കാസർകോട്ടെ പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകത്തിന് പിന്നിൽ മുസ്ലിം മന്ത്രവാദ സംഘമെന്ന് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. കൂളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ, ഭർത്താവ് ഉബൈസ്, അസ്നിഫ, ആയിഷ എന്നിവരാണ് അറസ്റ്റിലായത്. 2023 അബ്ദുൽ ഗഫൂറിനെ കിടപ്പുമുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ നിന്നും 596 പവൻ സ്വർണ്ണാഭരണങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. ഏപ്രിൽ 14 പുലർച്ചെയാണ് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂർ ഹാജിയെ വീട്ടിലെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന 596 പവൻ ആഭരണങ്ങളും നഷ്ടമായിരുന്നു. ആദ്യം ബേക്കൽ ഡിവൈഎസ്പിയും സംഘവുമാണ് കേസ് അന്വേഷിച്ചത്. പുരോഗതി ഉണ്ടാകാതിരുന്നതിനെ തുടർന്ന് അന്വേഷണം ജില്ലാ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാതിരുന്ന അബ്ദുൽ ഗഫൂർ കുടുംബക്കാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമൊക്കെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിയിരുന്നു. ഇരട്ടിയാക്കി തിരിച്ചു നൽകാമെന്ന് അബ്ദുൽ ഗഫൂർ പറഞ്ഞതായി സുഹൃത്തുക്കൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇതോടെയാണ് അന്വേഷണം പ്രദേശവാസിയായ കുളിക്കുന്ന് സ്വദേശിനി ജിന്നുമ്മ എന്ന ഷമീമയിലേക്ക് നീളുന്നത്. ഇവർ വീട്ടിൽ വെച്ച് മന്ത്രവാദം നടത്തുന്നുണ്ടെന്ന വിവരവും അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. മന്ത്രവാദിനിയായ ഷമീമയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കേസിന്റെ ചുരുളഴിയുന്നത്. സ്വർണ്ണാഭരണങ്ങൾ നൽകിയാൽ അത് മന്ത്രവാദത്തിലൂടെ ഇരട്ടിയാക്കി തിരിച്ചു നൽകാമെന്ന് ഷമീമയും ഭർത്താവ് ഉബൈസും അബ്ദുൽ ഗഫൂറിനെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അങ്ങനെ പലരിൽ നിന്നും വാങ്ങിയ 596 പവൻ സ്വർണ്ണാഭരണങ്ങൾ അബ്ദുൽ ഗഫൂർ ഇവർക്ക് നൽകി. അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു മന്ത്രവാദം നടന്നത്. ഈ ആഭരണങ്ങൾ തിരിച്ചു നൽകാതിരിക്കാൻ ഷമീമയും സംഘവും കണ്ടെത്തിയ വഴിയായിരുന്നു അബ്ദുൽ ഗഫൂറിനെ ഇല്ലാതാക്കുക എന്നത്. അങ്ങനെയാണ് ഉബൈസ് അബ്ദുൽ ഗഫൂറിന്റെ വീട്ടിലെത്തി തലയ്ക്ക് ഇരുമ്പുദണ്ട് ഉപയോഗിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം കടന്നുകളഞ്ഞത്. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ 4 പേരും കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും തെളിവെടുപ്പടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുക. കാസർകോട് പൂച്ചാക്കൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന മന്ത്രവാദ സംഘമായിരുന്നു ഷമീമയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത്. ഷമീമയാണ് ഇതിലെ മന്ത്രവാദിനി. പ്രദേശത്തെ നിരവധി ആളുകൾ ഈ മന്ത്രവാദത്തിന് ഇരയായിട്ടുണ്ട്. അവരിലേക്കും ആ മന്ത്രവാദ സംഘത്തിന്റെ മറ്റ് കണ്ണികളിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കണം. ക്യാമറമാൻ സന്തോഷിനൊപ്പം അനഘ ഹർഷൻ, ജനം, കോഴിക്കോട്.